എനിക്ക് തോന്നിയ ഇഷ്ടം ഞാൻ കുഞ്ഞാറ്റയോടൊന്ന് പറഞ്ഞു നോക്കി. അവളാണേൽ എന്തിനും കൂടെ നിന്നു. അങ്ങനെ ആ 4-ാം ക്ലാസ്സും കടന്നുപോയി. 5-ലെത്തി. എല്ലാം മാറി. പക്ഷേ ശിവേട്ടനോടുള്ള ഇഷ്ടം ആ കാര്യത്തിൽ മാറ്റമില്ലായിരുന്നു. മാമൻ്റെ വീട്ടിൽ കാണുന്ന ആ ചേട്ടനെപ്പറ്റി ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു. അപ്പോഴാണ് അമ്മ ശിവേട്ടനെപ്പറ്റി എന്നോട് പറഞ്ഞു തന്നത്. എൻ്റെ മുറച്ചെറുക്കനാണെന്നും പേര് ശിവധ്രുവ് ആണെന്നും. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണുണ്ടായത്. കാരണം മുറച്ചെറുക്കനല്ലേ, കല്യാണം കഴിക്കാനായിട്ട് പറ്റുമല്ലോ. അതാണ് സന്തോഷം. അതേ സന്തോഷത്തോടു കൂടെ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്നെ ധ്രുവനെ കെട്ടിച്ചു കൊടുക്കുമോ എന്ന്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല എൻ്റെ അമ്മ പറഞ്ഞത്. ധ്രുവേട്ടൻ എൻ്റെ ഏട്ടനാണെന്നും എന്നേക്കാളും ഒരുപാട് വയസ്സ് മൂപ്പുണ്ട് എന്നും പറഞ്ഞു. പിന്നെ നമ്മളെ ഒന്നും ഇഷ്ടമല്ല എന്നും അമ്മ പറഞ്ഞു. അന്ന് എനിക്ക് ഒരുപാട് സങ്കടവും അമ്മയോട് ദേഷ്യവും തോന്നി. അതെന്താ ശിവേട്ടനെ ആരെയും ഇഷ്ടമല്ലെന്ന് ഞാൻ കുറേ ആലോചിച്ചു. അങ്ങനെ ഒരുപാട് കാലം കടന്നുപോയി. പഠിച്ച് ജയിച്ചു പോയിക്കൊണ്ടേയിരുന്നു. മാറ്റങ്ങൾ എന്നിലും ശിവേട്ടനിലും വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രണയം അതിൻ്റെ തീവ്രതയിലായിരുന്നല്ലോ. എനിക്കതെൻ്റെ ഉള്ളിലെ ശിവേട്ടനോടുള്ള ഇഷ്ടം മാത്രം മാറിയില്ല. പക്ഷേ ഒരിക്കൽ പോലും എന്നെ ശിവേട്ടൻ നോക്കിയില്ല. എന്നാലും അതിലെനിക്ക് സങ്കടമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശിവേട്ടൻ ആരോടും മിണ്ടാതെയായത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് 17 വയസ്സും ശിവേട്ടന് 28 വയസ്സുമായിരുന്നു. അത്രയും വയസ്സ് വ്യത്യാസം വന്നു. എനിക്ക് ശിവേട്ടനെ ഇഷ്ടപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും തെമ്മാടി എന്ന് വിളിച്ചപ്പോഴും അതൊന്നും എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ എനിക്ക് 18 വയസ്സായി. ശിവേട്ടനോടുള്ള പ്രണയം അത് കൂടുതൽ തീവ്രമായി. ദേവു പറഞ്ഞു. ധ്രുവൻ ദേവുവിനെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു. അത് ധ്രുവ് കണ്ടിരുന്നു. അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അവൻ പാടുപെട്ടു. ബാക്കി? വേദ ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ദിവസമാണ് മാമൻ എൻ്റെ വീട്ടിൽ വന്നത്. വെറുതെ വന്നതല്ല. എൻ്റെ അച്ഛൻ്റെ അറിയാവുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ, ധ്രുവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി. ഞാനല്ലേ മുറപ്പെണ്ണ്, എന്നെ ആലോചിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം ഒരു ചിരിയും പിന്നെ ഒരുപാട് ഉപദേശവും മാമൻ തന്നു. അതൊന്നും എന്നോട് ഏൽക്കില്ല എന്നായപ്പോൾ അച്ഛ പറഞ്ഞു നോക്കി. സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. അതിലവർ വീണു. മാമൻ ഒന്ന് ധ്രുവേട്ടനോട് പറയാ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സന്തോഷത്തോടെ ഉറങ്ങി. പിറ്റേ ദിവസം കുഞ്ഞാറ്റയുടെ കൂടെ ഡാൻസ് പഠിപ്പിക്കാൻ പോയതാണ്. ഇവിടേക്ക് വന്ന് പോലീസ് അന്ന് എന്നോട് പോലീസിൻ്റെ തനി സ്വഭാവം കാണിച്ചു. പിന്നെ കുറഞ്ഞു. ദേവു ധ്രുവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞു നിർത്തിയിരുന്നു. എന്ത് രസവാ ദേവുമോളെ, ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടികൾ കുറവാ. ആദി പറഞ്ഞു. അതും നിന്നിൽ നിന്ന് ഇവന് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിട്ടും നീ സ്നേഹിച്ചു. സ്റ്റാലിൻ പറഞ്ഞു. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ദേ ജസ്റ്റ് പോപ്പ് ഇൻ ടു അവർ മൈൻഡ്സ് ഫോർ നോ റീസൺ. വി ക്യാൻ നെവർ ലെറ്റ് ദം ഗോ. ദാറ്റ്സ് ദ തിങ്. ദേവു പറഞ്ഞു. അത് ശരിയാണ്. ഒരു റീസൺ ഇല്ലെങ്കിലും ചിലരിലേക്ക് നമ്മൾ അങ്ങ് അഡിക്റ്റായി പോകും. മീനു പറഞ്ഞു. അപ്പോഴേക്കും ധ്രുവൻ 3-ാമത്തെ റൗണ്ട് ഒഴിച്ചിരുന്നു. പിന്നെയും ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് 4 എണ്ണവും 3-ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കി. നമുക്കൊരു ഗെയിം കളിക്കാം, മീനു പറഞ്ഞു. എന്ത് ഗെയിമാണാവോ? ധ്രുവ് ചോദിച്ചു. നമ്മളിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് സത്യസന്ധമായി ഉത്തരം പറയണം. മീനു പറഞ്ഞു. ഞാൻ റെഡി. സ്റ്റാലിൻ പറഞ്ഞു. ഞാനും റെഡി. ധ്രുവൻ ഞാൻ പറഞ്ഞു, അത്രയുള്ളൂ. ആദി പറഞ്ഞു. റെഡി. ആകാശും വേദയും പറഞ്ഞു. ഞാനും റെഡി. ദേവും പറഞ്ഞു. അപ്പോൾ ആൺപിള്ളേർ ഒരു ടീം, പെൺപിള്ളേർ ഒരു ടീം, അങ്ങനെയാണ്, ഓക്കെ? മീനു പറഞ്ഞു. ഓക്കെ. ആൺപിള്ളേർ ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറയണം. നിങ്ങൾ ഞങ്ങളോട് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. ഉത്തരം പറയാം. മീനു പറഞ്ഞു. സെറ്റ് മീനുട്ടി. ആദി പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഒന്ന് റെഡി ആയിക്കോ. മീനു പറഞ്ഞു. അത് കേട്ടതും 4-ാമത്തെ പെഗ് സെറ്റ് ചെയ്ത് 4-ാം റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഏതാണ്? മീനു ചോദിച്ചു. പാസ്റ്റ്. 4 പേരുടെയും ഉത്തരം ഒരുമിച്ചായിരുന്നു. ഇനി ഞാൻ ചോദിക്കാം ചോദ്യം. ഉത്തരം പറയണം. ഒന്ന് റെഡിയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ പ്രണയം ആരായിരുന്നു? അതും എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു? ധ്രുവ് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പ്രണയമേ ഉണ്ടായിട്ടുള്ളൂ. അത് എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതേയുള്ളൂ. ദേവു പറഞ്ഞു. ഇനി കുഞ്ഞാറ്റ. സ്റ്റാലിൻ പറഞ്ഞു. ഒരു ദിവസം ധ്രുവേട്ടൻ ഇവളെ കാണാൻ വന്നു. ദേവുവിൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ച് പാടുവരുത്തിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ഡാൻസ് ക്ലാസ്സിന് വേണ്ടി പോയി. ദേവുവിനെ വിളിക്കാൻ വീട്ടിൽ പോയി. അവൾ എഴുന്നേറ്റില്ല എന്ന് മീര അമ്മായി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിയത്. അപ്പോഴാ ദേവുവിൻ്റെ കവിളിൽ ചുവന്ന പാട് കാണുന്നത്.
അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സുരുക്കി ആ റൂമിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചിരുന്നു, ഇതുപോലെ എന്നെ ഞാൻ സ്നേഹിക്കുന്നവൻ്റെ പുറകെ നടത്തരുതേ എന്ന്. എന്നാൽ ആ ദിവസം ധ്രുവേട്ടൻ വീണ്ടും അവിടെ വന്നു. അന്നാണ് ഞാൻ ദേവേട്ടനെ ആദ്യമായി കാണുന്നത്. ദൈവം പ്രാർത്ഥന കേട്ടു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ദേവേട്ടനോട് പ്രേമമായി. പക്ഷേ ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ആ ഇഷ്ടം പറഞ്ഞിരുന്നു. കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ബിന്ദ പറഞ്ഞു. ഇനി മീനു. ആദി പറഞ്ഞു. എനിക്ക് പറഞ്ഞതുപോലെ ഒന്നും അല്ലായിരുന്നു. ഇച്ചായനെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ പിന്നെ എന്നെ നോക്കുന്നതും എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ പലതുമുണ്ട്. ശരിക്കും അച്ഛനായും അമ്മയായും ചേട്ടനായും ഒരു കൂട്ടുകാരനായും മാറാൻ നല്ലൊരു ഭർത്താവിനെ പറ്റൂ എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഇച്ചായനും അതുപോലെ ഒരാളാണ്. ആകെ മൊത്തം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇച്ചായനെ പ്രേമിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണ്. മീനു പറഞ്ഞു. വേദ, ഇനി മോൾ പറ. ധ്രുവ് പറഞ്ഞു. മീനുവിനെ പോലെ തന്നെയാണ് ഞാനും. പഠിച്ച് ജോലി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് ആകാശേട്ടൻ്റെ വിവാഹാലോചന വരുന്നത്. നല്ലൊരു ബന്ധമായതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും സമ്മതമായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണത്തിന് അന്ന് ഞാൻ സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴും എന്നെ ഒരു ഭാര്യയായിട്ട് ആകാശേട്ടൻ കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായിരുന്നു. പിന്നെ ഇതുപോലെ തിരിച്ച് എന്നെയും സ്നേഹിക്കുന്നുണ്ട്. കല്യാണശേഷമാണ് ഞാൻ പ്രണയിച്ചത്. വേദ പറഞ്ഞു. ഇനി അടുത്തതായി ഞാനൊരു ടാസ്ക് തരാം. ഇതെല്ലാം ഗെയിമിലുള്ളതാണ്. ദേവു പറഞ്ഞു. അതോടെ ആൺപിള്ളേർ 5ാമത്തെ റൗണ്ട് സെറ്റാക്കി അത് കംപ്ലീറ്റ് ചെയ്തു. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 4 പേരും ഓരോ പാട്ട് പാടണം. ദേവു പറഞ്ഞു. അത് പൊളിച്ചു. ആദ്യം തന്നെ ധ്രുവേട്ടൻ പാടിക്കോളൂ. സ്റ്റാർട്ട്. മീനു പറഞ്ഞു. ധ്രുവൻ മനോഹരമായി തന്നെ പാടി. ധ്രുവൻ പാടി നിർത്തി. എല്ലാവരും കൈയടിച്ചു. ദേവു ഒരു പുഞ്ചിരിയോടെ ധ്രുവനെ നോക്കിയെങ്കിലും അവൻ അവളെ നോക്കിയില്ല. കൊള്ളാം ധ്രുവമോനെ, ആദി പറഞ്ഞു. അതെ, സൂപ്പറായിട്ടുണ്ട് ധ്രുവേട്ട, മീനുവും പറഞ്ഞു. എല്ലാവരും ധ്രുവനെ അഭിനന്ദിച്ചു. ഇനി ആദിയേട്ടൻ, മീനു പറഞ്ഞു. അതോടെ ആൺപിള്ളേർ 5ാമത്തെ റൗണ്ട് സെറ്റ് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തു. ആദിയും അടിപൊളിയായി തന്നെ പാടി. അങ്ങനെ ആദി പാടി നിർത്തി. എൻ്റെ ദൈവമേ, സൂപ്പർ, ദേവു വിളിച്ചു പറഞ്ഞു. സൂപ്പർ ദേവേട്ട, വിന്ദ പറഞ്ഞു. നീ കൊള്ളാലോ ആദിമോനെ, സ്റ്റാലിൻ ധ്രുവനും പറഞ്ഞു. ഇനി ചാച്ചൻ, ദേവു പറഞ്ഞു. ഞാൻ പാടണോ? എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ, വെറുതെ എന്തിനാ, സ്റ്റാലിൻ പറഞ്ഞു. അതെ, ഈ അറിയില്ല അല്ലെങ്കിൽ പറയില്ല എന്നത് ഈ കളിക്ക് ബാധകമല്ല, പാടണം, വിന്ദ പറഞ്ഞു. അതെ, വേദയും പറഞ്ഞു. ഓക്കെ, ഈ പാട്ട് ഞാൻ എൻ്റെ മീനൂട്ടിക്ക് വേണ്ടിയാണ് ഈ പാട്ട് പാടുന്നത്, സ്റ്റാലിൻ പറഞ്ഞു. പാടിച്ചേ, മീനു ചിരിയോടെ പറഞ്ഞു. സ്റ്റാലിൻ പാടി നിർത്തി. മീനു അവനെ കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ അവളെ തിരിച്ചും കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. ഇനി ആകാശേട്ടനാണ് പാടേണ്ടത്. ദേവു പറഞ്ഞു. ഞാൻ പാടണോ മക്കളെ? സത്യം പറഞ്ഞാൽ എനിക്കൊരു വരി പോലും അറിയില്ല, ആകാശ് പറഞ്ഞു. പാടിയില്ലെങ്കിൽ ഇന്ന് കള്ള് കുടിച്ച കാര്യം നാളെ ഇവിടെ മുഴുവൻ പാട്ടാകും, വിന്ദ പറഞ്ഞു. ആകാശും സൂപ്പറായി തന്നെ പാടി. അങ്ങനെ ആകാശ് പാടി നിർത്തി. കൊള്ളാലോ, വേദ പറഞ്ഞു. അതെ, സൂപ്പറായിട്ടുണ്ട്, മീനു പറഞ്ഞു. ഇതോടെ ഈ മത്സരം അവസാനിച്ചിരിക്കുന്നു, ദേവു ഒരു ചിരിയോടെ പറഞ്ഞു. ഈ പാട്ട് പാടുന്നതിനിടെ അവരുടെ മുഴുവൻ കുപ്പിയും തീർന്നിരുന്നു. അത് കണ്ട് പെൺപിള്ളേർ ഞെട്ടി. എന്നാൽ ഇതൊക്കെ എന്ത് എന്ന ഭാവമായിരുന്നു ആൺപിള്ളേർക്ക്. ഇനി ഇച്ചായൻ വാ, നമുക്ക് പോകാം, മീനു പറഞ്ഞു. ഞാനില്ല മീനു, ഞാൻ ഈ ടെറസിൽ അങ്ങനെ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് സ്റ്റാലിൻ അവിടെ ടെറസിലൊന്ന് മലർന്നു കിടന്നു. എന്നാൽ ഞാനും അങ്ങനെ തന്നെ ഇവിടെയാണ് കിടക്കുന്നത്. ധ്രുവും അവിടെ കിടന്നു. അതോടെ ദേവു അവിടെ നിന്നും പോയി. ബാക്കി 2 എണ്ണമുള്ളത് അവരും അതുതന്നെ ആവർത്തിച്ചു. അതോടെ പെൺപിള്ളേർ അവിടെ നിന്നും പോയി. ബാക്കിയുള്ള ആൺപിള്ളേർ അവിടെ ആ ടെറസിൽ മലർന്നു കിടന്നു. താഴെ വന്ന് പെൺപിള്ളേർ സോഫയിലിരുന്നു. അവർ 4 പേരും കൂടെ ഓരോന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. അതെ, നമ്മുടെ ഭർത്താക്കന്മാർക്കിട്ട് ഒരു പണി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വഷളാകും, ദേവു പറഞ്ഞു. ഞാനും അതെന്നെ ആലോചിച്ചേ, ഒരു പണി ഉറപ്പായും കൊടുക്കണം, വേദ പറഞ്ഞു. അങ്ങനെയാണേൽ എന്ത് പണി? ഒരിക്കലും മറക്കാത്ത ഒരു പണി വേണം, വിന്ദ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ബുദ്ധിയുണ്ട്, പറയട്ടെ, മീനു പറഞ്ഞു. നീ പറ, ദേവു പറഞ്ഞു. നാളെ രാവിലെ വേദ ചെന്ന് എല്ലാവരുടെയും പോക്കറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ വല്ല പൈസയോ വല്ല ഫോണോ ഉണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവരണം. ഇനി കുഞ്ഞാറ്റ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെന്ന് അനിയമ്മയുടെ അടുത്ത് പറയണം. അതായത് നീ ഇന്നലെ അറിഞ്ഞ പോലെയല്ല, ഇന്നറിഞ്ഞ പോലെ വേണം സംസാരിക്കാൻ. ഇനി ഞാനും ദേവുവും കൂടെ ടെറസിൽ മുകളിലായി നമ്മുടെ ചെടി നനയ്ക്കുന്ന വലിയ ഹോസ് വലിച്ച് കയറ്റും. എന്നിട്ട് താഴെ പൈപ്പിൽ സെറ്റ് ചെയ്യും. ദേഷ്യത്തിൽ ടെറസിലേക്ക് വരുന്ന അനിയമ്മയെ കണ്ട വേദ നീ ഉറക്കെയെന്ന് തോന്നുന്ന രീതിയിൽ മെല്ലെ അവരെ വിളിക്കണം. ഓസ് എടുത്ത് അവരെ മേലെ നൈസായി കാണിച്ചാൽ മതി. ഞാൻ പൈപ്പ് താഴെ നിന്നും ഓണാക്കിക്കോളാം. വെള്ളം വീണ് ഞെട്ടി എഴുന്നേറ്റ് വഴക്ക് പറയാൻ വന്നാൽ മുന്നിൽ അനിയമ്മ ഉള്ളതുകൊണ്ട് ഒന്നും മിണ്ടില്ല. ഒന്നും അറിയില്ല എന്ന രീതിയിൽ വേണം പിന്നെ നമ്മൾ നിൽക്കാൻ. അങ്ങനെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഒരു നല്ല പണി കൊടുക്കാം, മീനു പറഞ്ഞു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു,
വിന്ദ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ല അല്ലേ? എനിക്ക് നല്ലോണം ആ ബുദ്ധി ഉണ്ട്. മീനു പറഞ്ഞു, ഏത് ബുദ്ധി? വേദ ചോദിച്ചു. കുരുട്ടുബുദ്ധി. ദേവു പറഞ്ഞു, ഇല്ലാത്തവർ അങ്ങനെയും പറയും. മീനു പറഞ്ഞു, എന്തായാലും അവർ മുകളിൽ കിടക്കുകയല്ലേ, നമുക്ക് ഇവിടെ ഇന്ന് ഒരുമിച്ച് കിടക്കാം. വിന്ദ പറഞ്ഞു, അതാണ് നല്ലത്. വേദയും പറഞ്ഞു. അങ്ങനെ പെൺപിള്ളേർ പായ എടുത്ത് കൊണ്ടുവന്ന് ഹാളിൽ വിരിച്ചുകൊണ്ട് അവിടെ കിടന്നു. നാളെ രാവിലെ തന്നെ എണീക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് അവർ കിടന്നത്. ലാപ്ടോപ്പിൽ തെളിഞ്ഞു കാണുന്ന ധ്രുവന്റെ ഫോട്ടോയിലേക്ക് തന്നെ അയാൾ നോക്കിയിരുന്നു. ഇതാണോ ശിവധ്രുവ്? അതായത് മാധവ് എന്നയാളുടെ ലാപ്ടോപ്പിൽ തെളിഞ്ഞു കാണുന്ന ധ്രുവന്റെ ഫോട്ടോയിലേക്ക് തന്നെ അയാൾ നോക്കിയിരുന്നു. ഇതാണോ ശിവധ്രുവ്? അതായത് മാധവ് എന്ന ആളുടെ മകൻ? അവൻ ചോദിച്ചു. അതേടാ, ഇവൻ തന്നെയാ. പക്ഷേ ഇവൻ മാധവന്റെയും മീനാക്ഷിയുടെയും മകനല്ല. അതിനെ ജനിച്ചു വീണ അന്ന് തന്നെ ഞാൻ കൊന്നതാണ്. മാധവനും ഇപ്പോഴത്തെ ഭാര്യയ്ക്കും കൂടെ ഇപ്പോൾ ഒരു മകളുണ്ട്. നെക്സ്റ്റ് അവളുടെ ഫോട്ടോ ആണ്. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. അവൻ അടുത്ത ഫോട്ടോ എടുത്തു. അതിൽ തെളിഞ്ഞ മീനുവിൻ്റെ ഫോട്ടോ കണ്ട് അവൻ്റെ കണ്ണ് വിടർന്നു. ഡാഡി, ഇവളെ കാണാൻ നല്ല കൊഴുപ്പാണല്ലോ, ഒരു കിടിലം സാധനം. അവൻ പറഞ്ഞു. മോനെ, അതിന് അവകാശിയുണ്ട്, നീ നോക്കണ്ട. ഇവളെയൊക്കെ കൊന്നുകളയാനുള്ളതാ. അയാൾ പറഞ്ഞു. എന്നാലും ഒന്ന് മുട്ടി നോക്കാലോ ഡാഡി. എന്നോടിത് കുറച്ചു നേരത്തെ പറയാമായിരുന്നു. അവൻ പറഞ്ഞു. മോനെ, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നെക്സ്റ്റുള്ള ഫോട്ടോ ഇവളുടെ ഭർത്താവിൻ്റേതാണ്. അയാൾ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അവൻ അടുത്ത ഫോട്ടോ എടുത്തു നോക്കി. അത് സ്റ്റാലിനായിരുന്നു. ഇവനാണ് സേവിയർ എടുത്തു വളർത്തിയ ആ ചെക്കൻ. ഇവൻ വലിയ ബിസിനസ്മാൻ ആണല്ലോ. അവൻ്റെ ഭാര്യയാണ് അവൾ. മീനാക്ഷി പ്രേമിച്ചു കെട്ടിയതാണ്. അവൻ പറഞ്ഞു. അതെ, ഇനി അടുത്ത ഫോട്ടോ ശിവധ്രുവിൻ്റെ ഭാര്യയാണ്. അയാൾ പറഞ്ഞു. അവൻ അടുത്ത ഫോട്ടോ എടുത്തു നോക്കി. ഒരു നിമിഷം അവൻ്റെ ഹൃദയമിടിപ്പ് നിന്ന പോലെ തോന്നി. ഇതൊരു പെണ്ണാണ്. എൻ്റെ ഡാഡി, ഇവൾ ചെറിയ കൊച്ചാണല്ലോ. അവൻ പറഞ്ഞു. അതെ, 18 വയസ്സുള്ളൂ. അയാൾ പറഞ്ഞു. അങ്ങനെ ഓരോ ഫോട്ടോ മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ പെണ്ണിനെയും കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. എല്ലാത്തിനെയും തീർക്കണം ഡാഡി. എന്നിട്ട് ഇവളുമാർ, ഇവരെ എല്ലാത്തിനെയും എനിക്ക് വേണം. അതിനു മുന്നേ ഞാനൊന്ന് നേരിട്ട് കാണട്ടെ. എന്നെ ആ മണ്ടന്മാർക്ക് അറിയില്ല. അവൻ പറഞ്ഞു. എല്ലാം സൂക്ഷിച്ചു വേണം. എവിടെയെങ്കിലും പിഴച്ചാൽ അവർ പച്ചയ്ക്ക് കത്തിക്കും. അയാൾ പറഞ്ഞു. എനിക്കറിയാം, എല്ലാത്തിനെയും ഞാൻ കൊല്ലും ഡാഡി. അങ്ങനെ രാജശേഖരനും മകനും അവരുടെ ആദ്യപടി മുന്നോട്ട് വെച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ അലാറം അടിച്ചതും ആദ്യം വേദ എഴുന്നേറ്റിരുന്നു. അവൾ മുടി വാരി ചുറ്റിക്കെട്ടിക്കൊണ്ട് ഒന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ബാക്കിയുള്ളവന്മാരെ കണ്ടത്. അതോടെ ഇന്നലത്തെ പ്ലാൻ ഓർമ്മ വന്നു വേദയ്ക്ക്. അതോടെ അവർ അവരെ വിളിച്ചു. ബാക്കിയുള്ള 3 എണ്ണവും ഒരുപോലെ കണ്ണ് തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. ഇന്നലെ പ്ലാൻ ചെയ്തതൊക്കെ മറന്നോ പിള്ളേരെ? ഈ ഉറക്കം ഉറങ്ങിയാൽ എങ്ങനാ? വേദ ചോദിച്ചു. പ്ലാൻ എന്ന് കേട്ടതും 3 എണ്ണത്തിൻ്റെയും ഉറക്കം വിട്ടുപോയി. ഉഷാറായിരുന്നു. ആദ്യം പോയി എല്ലാതും ഫ്രഷ് ആവൂ. നമ്മൾ ഇന്നലെ ഈ ഹാളിലാണ് കിടന്നതെന്ന് മനസ്സിലാവല്ലേ? മീനു പറഞ്ഞു. അത് കേട്ടതും കിടന്ന പായ ചുരുട്ടി മടക്കിക്കൊണ്ട് എല്ലാം അവരുടെ റൂമിലേക്ക് പോയി. അങ്ങനെ പെൺപിള്ളേർ ഫ്രഷായി അടുക്കളയിൽ വന്നപ്പോഴേക്കും അനിത അവിടെ ഉണ്ടായിരുന്നു. അതോടെ പെൺപിള്ളേർ അടുക്കളയുടെ പുറത്തു നിന്നും ഓരോന്നും പ്ലാൻ ചെയ്തു. അതോടെ വേദ പേഴ്സും മറ്റും എടുക്കാനായി ദേവു മീനു പൈപ്പ് സെറ്റ് ചെയ്യാനും വേണ്ടി മെല്ലെ മുങ്ങി. അവർ പോയി എന്ന് കണ്ടതും വിന്ദ മെല്ലെ ഒന്നും അറിയാത്ത പോലെ അടുക്കളയിലേക്ക് കയറിപ്പോയി. ഇതെന്താ കുഞ്ഞാറ്റേ, നീ നേരത്തെ എഴുന്നേറ്റോ ഇന്ന്? എന്തു പറ്റി? അനിത ചോദിച്ചു. ഒന്നുമില്ല, നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ ഫ്രഷായി ഇങ്ങോട്ട് വരാമെന്ന് കരുതി. വിന്ദ പറഞ്ഞു. ആ, നന്നായി. വേദ എഴുന്നേറ്റില്ല എന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. അനിത പറഞ്ഞു. കിടന്നോട്ടെ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങു വരുമല്ലോ. ഒരു സഹായത്തിന് ഞാനില്ലേ ഇവിടെ? വിന്ദ പറഞ്ഞു. ആ, എന്നാൽ മതി. അനിത പറഞ്ഞു. ഒരു ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. എൻ്റെ കുട്ടിക്ക് ടെൻഷനൊന്നും ഇല്ലേ? അനിത ചോദിച്ചു. എന്തിനാ ടെൻഷൻ? അറിയാത്ത ആളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. വിന്ദ പറഞ്ഞു. അമ്മയും അച്ഛനും ഒക്കെ വരും. അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട കേട്ടോ, അനിത പറഞ്ഞു. അതിന് വിന്ദ ഒന്ന് ചിരിച്ചു. അച്ഛനും അമ്മയും വരണമെന്ന് അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു.